ബി നോട്ട് വാഴ ബി ലേക്ക് സ്മാർട്ട്. അതായത് നമ്മൾ വാഴയാവരുത്, സ്മാർട്ട് ആവണം. എന്നാൽ എൻ്റെ മുത്തുമണികളെ, സ്വത്തുകളെ, കരളുകളെ, കുളിരുകളെ ശ്രദ്ധിക്കൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ്, രക്തക്കുഴലിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: മൈന്യൂട്ട് പോർസ് ആർ പ്രസന്റ് ഇൻ ഡാഷ് ബ്ലഡ് വെസൽ. അതായത് ഏതോ ഒരു രക്തക്കുഴലിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ടത്രേ. അതേതാ രക്തക്കുഴൽ? അപ്പോൾ ആദ്യം എത്ര രക്തക്കുഴലുണ്ടെന്ന് അറിയണം. എന്നിട്ട് അതിൽ സൂക്ഷ്മ സുഷിരങ്ങൾ മൈന്യൂട്ട് പോർസ് എവിടെയാണ് കാണപ്പെടുന്നത് വേറെ അറിയണം. അപ്പോൾ സാർ എത്ര രക്തക്കുഴലുണ്ട്? 3 രക്തക്കുഴൽ: ആർട്ടറി, വെയിന്, കാപ്പിലറീസ്. അതിലെവിടെയാണ് മൈന്യൂട്ട് പോർസ് കാണപ്പെടുന്നത്? പറഞ്ഞോളൂ. കാപ്പിലറീസ്. എവിടെയാണ് കാണപ്പെടുന്നത്? കാപ്പിലറീസ്. അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? ലോമികകൾ. എന്താണ്? ലോമിക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം: വാൾവ്സ് ആർ സീൻ. അതായത് വാൾവുകൾ കാണപ്പെടുന്നു. ഡാഷിൽ വാൾവുകൾ കാണപ്പെടുന്നു. വാൾവ്സ് ആർ സീൻ ഇൻ ഡാഷ്. എവിടെയാണ് വാൾവുകൾ കാണപ്പെടുന്നത്? കാപ്പിലറിയിലാണോ? അല്ല. എന്നാൽ പിന്നെ ഇതിലായിരിക്കും ആർട്ടറിയിൽ. അല്ല. പിന്നെ എവിടെയാണ് കാണപ്പെടുന്നത് സുഹൃത്തുക്കളെ? അത് വെയിനിൽ. എവിടെയാണ് കാണപ്പെടുന്നത്? വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സിര. എന്താണ്? സിര. ഓക്കെ. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 രക്തക്കുഴലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ പിടിച്ചോളൂ. ഏതൊക്കെയാണ് ആ 3 രക്തക്കുഴൽ എന്ന് ചോദിച്ചാൽ പിടിച്ചോളൂ: ആർട്ടറി, വെയിന്, കാപ്പിലറി. ഒന്ന് പറഞ്ഞാൽ ആർട്ടറി, വെയിന്, കാപ്പിലറി. ഒന്നുകൂടെ പറഞ്ഞോളൂ: ആർട്ടറി, വെയിന്, കാപ്പിലറി. ആർട്ടറി, വെയിന്, കാപ്പിലറി. നല്ല രസമുണ്ടല്ലേ? ഓക്കെ. അതിൻ്റെ മലയാളം: ധമനി, സിര. സുരയല്ല, സിര. ധമനി, സിര, ലോമിക. ധമനി, സിര, ലോമിക. ധമനി, സിര, ലോമിക. ആർട്ടറി, വെയിൻ, കാപ്പിലറി. ഓക്കെ. ഈ 3ൻ്റെയും പ്രത്യേകതകൾ പഠിക്കാം. പിടിച്ചോളും. അതായത് ഇതിൽ ഏറ്റവും കട്ടിയുള്ള ആളാണ് ആര്? ആർട്ടറി. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾ. ഭയങ്കര കട്ടിയക്കാരം. കട്ടി കൂടിയ ഭിത്തി. കട്ടി കൂടിയ ഇലാസ്റ്റികതയുള്ള ഭിത്തിയാണ് ആർക്ക്? ആർട്ടറിക്ക്. എന്നാൽ അതേസമയം തീരെ കട്ടിയില്ലാത്തൊരു പാവപ്പെട്ട കട്ടി കുറഞ്ഞ തിക്ക് കുറഞ്ഞ തിന്നായിട്ടുള്ള ആളാണ് ആര്? വെയിൻ അല്ലെങ്കിൽ സിരാദ. തിൻ വാൾ. ആരാണ്? തിൻ വാൾ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ ഭിത്തിയാണ് ആർക്കുള്ളത്? സിരക്കുള്ളത്. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് കിട്ടിയല്ലോ. ഇനി കട്ടി കൂടിയോണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന് സ്പീഡിൽ പാസ് ചെയ്യാം. കാരണം കട്ടി ഉണ്ടല്ലോ, പ്രശ്നമില്ല, പൊട്ടിപ്പോവില്ല. നല്ല പ്രഷറിൽ പാസ് ചെയ്യാം. കാരണം സ്പീഡ് ഉണ്ടാകുമ്പോൾ നല്ല പ്രഷർ ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഒരു ഡാമൊക്കെ പൊട്ടി വെള്ളം ഒന്നായിട്ട് ഒലിച്ചു വരും. സ്വാഭാവികമായിട്ട് അവിടെ നല്ല പ്രഷർ ഉണ്ടാവും. കാരണം വെള്ളത്തിന് നല്ല സ്പീഡ് ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് കട്ടി കൂടുതലാണ്. ഏതിന്? ആർട്ടറി അല്ലെങ്കിൽ ധമനിക്ക്. സ്വാഭാവികമായിട്ടും അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന് ഭയങ്കര സ്പീഡായിരിക്കും. എന്താ? ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. ഓക്കെ. അതായത് ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം ഒഴുകുക. ഓക്കെ. എന്നാൽ അതേസമയം വെയിൻ അല്ലെങ്കിൽ സിര എന്താണ്? തിൻ വാളാണ്. അതായത് കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. അതായത് നമ്മളെ സിരയിലൂടെ പാസ് ചെയ്യുന്ന രക്തം എന്തായിരിക്കും? കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലാണ് ഒഴുകുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റും ക്ലിയർ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വാൾവ് എവിടെ കാണപ്പെടുന്നു? വെയിനിൽ കാണപ്പെടുന്നു. അല്ലെങ്കിൽ വെയിനിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? വാൾവ് കാണപ്പെടുന്നുണ്ട്. വാൾവ്സ് ആർ സീൻ ഇൻ വെയിന്. അത് എവിടെ കാണപ്പെടുന്നില്ല? അത് ആർട്ടറിയിൽ കാണപ്പെടുന്നില്ല. അവിടെ അങ്ങനെ ഒരു പോയിന്റേ ഇല്ല. അതുകൊണ്ട് അതിനർത്ഥം എന്താ? അവിടെ അത് കാണപ്പെടുന്നില്ല. അപ്പോൾ വാൾവ് എവിടെ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ? വെയിനിൽ മാത്രമേ ഉള്ളൂ. സാർ അത് ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സിമ്പിൾ ഐഡിയ. വാൾവിന് വി ഇല്ലേ? വാൾവിന് വി ഉണ്ടല്ലോ. വെയിനിനും എന്തുണ്ട്? വി ഉണ്ട്. വാൾവിന് വി ഉണ്ട്, വെയിനിനും വി ഉണ്ട്. അങ്ങനെ ആലോചിക്കാതെ വാൾവിനും വി ഉണ്ട്, വെയിനിനും വി ഉണ്ട്. അത് മാത്രങ്ങൾ ആലോചിച്ചാൽ മതി. വാൾവിൽ വി ഉണ്ട്, വെയിനിൽ വി ഉണ്ട്. സോ വാൾവ്സ് ആർ സീൻ ഇൻ വെയിൻ. വെയിനിൽ എന്ത് കാണപ്പെടുന്നു? വാൾവുകൾ കാണപ്പെടുന്നു. ബാക്കിയുള്ളിടത്തൊന്നും അത് കാണപ്പെടുന്നില്ല. അപ്പോൾ ആ പോയിന്റും ക്ലിയർ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ പിടിച്ചോളി. ആർട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. എങ്ങനെ? ഹൃദയത്തിൽ നിന്നും ബ്ലഡ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? ആർട്ടറി. അതായത് ഫ്രം ദ ഹാർട്ടിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട്. ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു ഫ്രം ഹാർട്ടിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്യുന്നു. കൈയിൻ്റെ അങ്ങോട്ടും കാലിൻ്റെ അങ്ങോട്ടും പിന്നെ മൂട്ടിൻ്റെ അങ്ങോട്ടും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു. പിടിച്ചോളൂ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന ആളാണ് ആര്? ആർട്ടറി. പക്ഷെ വെയിൻ അങ്ങനെയല്ല, സിര അങ്ങനെയല്ല. സിര എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിലേക്ക് ടു ദ ഹെർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആളാണ് ആര്? വെയിൻ അല്ലെങ്കിൽ സിര. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. അതായത് ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. അത് എപ്പോഴും എല്ലാ കുട്ടികൾക്കും മാറും. അതായത് ആർട്ടറി ആണോ ടു ദ ഹെർട്ട്, അതോ വെയിൻ ആണോ ടു ദ ഹെർട്ട്? അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഈ കോഡാണ് പഠിച്ചു വെച്ചാൽ മതി സുഹൃത്തുക്കളെ. ഫ്രം ആർട്ടറി ടു വെയിൻ. എങ്ങനെ? ഫ്രം ആർട്ടറി
ടു വെയിൻ, ഫ്രം ഫാസിലിറക്കൽ ടു ഡാഷ്. ഓക്കെ, ഏതൊരു കുട്ടി അങ്ങനെ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ കത്ത് എഴുതുമല്ലോ, അതേപോലെ തന്നെ ഫ്രം ആർട്ടറി ടു വെയിൻ, ഫ്രം ആർട്ടറി ടു വെയിൻ. ഫ്രം ആർട്ടറി എന്ന് പറഞ്ഞാൽ ആർട്ടറിൻ്റെ പ്രത്യേകത, ധമനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഫ്രം ഹാർട്ട് അതായത് ഹൃദയത്തിൽ നിന്നും രക്തത്തെ ക്യാരി ചെയ്യുന്നു, ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട്. അതേസമയം ടു വെയിൻ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു പാർട്ടാട്ടോ. ടു വെയിൻ, ഒരു മിനിറ്റ്, ഓക്കെ, ഒരു പച്ച കളർ എടുക്കാം. ടു വെയിൻ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ പാർട്ടാണ്. അതായത് ടു വെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടു ദ ഹാർട്ട്, വെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടു ദ ഹാർട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫ്രം ഹാർട്ട് ആണെങ്കിൽ അത് ആർട്ടറി ആയിരിക്കും, ടു ഹാർട്ട് ആണെങ്കിൽ അത് വെയിൻ ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഫ്രം ആർട്ടറി ടു വെയിൻ ആലോചിച്ചാൽ മതി. ഫ്രം ഹാർട്ട് ആണെങ്കിൽ, ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അത് ആർട്ടറി ആയിരിക്കും, ടു വെയിൻ അപ്പോൾ എന്തായിരിക്കും, ഹൃദയത്തിലേക്കാണെങ്കിൽ, ടു ആണെങ്കിൽ ഹൃദയത്തിലേക്കാണെങ്കിൽ അതെന്തായിരിക്കും, വെയിൻ ആയിരിക്കും. അപ്പോൾ ആ പോയിന്റും ക്ലിയർ ആയി. ഇനി ഇവിടെ കാപ്പിലറീസിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. കാപ്പിലറീസിൻ്റെ പ്രത്യേകത വളരെ സിമ്പിളാണ്. അതായത് കാപ്പിലറി എന്ന് പറഞ്ഞ സാധനം അത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. അതിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാൾ എന്ന് പറഞ്ഞാൽ വാൾ ഈസ് ഫോംഡ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അതിൻ്റെ കോശഭിത്തി ഒറ്റ നിര കോശങ്ങൾ മാത്രം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതിൻ്റെ ഭിത്തി ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതായിരിക്കും, ഒന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കാപ്പിലറി ആണെന്ന് വിചാരിക്കുക. ഈ കാപ്പിലറി എന്ന് പറയുന്ന ഈ ഒരു ബ്ലഡ് വെസലിൻ്റെ ഭിത്തി, വാള്, ഇതിൻ്റെ ഒരു സറൗണ്ടിങ് ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതായിരിക്കും. അതായത് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ആകെ ഒറ്റ പടവ് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് കല്ല് വെച്ച് പടുത്തിട്ടുണ്ടാവില്ല. വെറും ഒറ്റ കല്ല് കൊണ്ട് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, പടുത്തിട്ടുണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ വീടിൻ്റെ ചുറ്റൊരു മതിലുണ്ടെന്ന് വിചാരിക്കും, ഒരു വാളുണ്ട്, ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്ക് എന്ത് വരും, ഒറ്റ പടവ് മാത്രമേ ഉള്ളൂ, ഒരു കല്ല് വെച്ച് മാത്രമേ പടുത്തിട്ടുള്ളൂ. അങ്ങനെ കൂടുതൽ മുകൾക്ക് ഇങ്ങനെ കട്ടിക്ക് കല്ല് വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു കാപ്പിലറീസിൻ്റെ ചുറ്റുമുള്ള ഭിത്തിക്ക്, കാപ്പിലറീസിൻ്റെ ചുറ്റുമുള്ള വാളിന് എന്തിട്ടുണ്ട്, ഒറ്റ നിര കോശങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, രൂപം കൊള്ളാൻ സഹായിച്ചിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി അല്ലെങ്കിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, കാപ്പിലറീസിൻ്റെ വാൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കാപ്പിലറീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചെറിയ കുഞ്ഞു ബ്ലഡ് വെസലാണ്. സ്വാഭാവികമായിട്ടും അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന് സ്പീഡിൽ പോകാൻ പറ്റൂല. കാരണം ഇത് ചെറിയ ബ്ലഡ് വെസലാ, പൊട്ടിപ്പോകും. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്, അതായത് കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലുമാണ് രക്തം പാസ് ചെയ്യുക. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. ആ പോയിന്റ് ആയിരുന്നു നമ്മളെ ചോദ്യം. ഫസ്റ്റത്തെ ചോദ്യം മൈന്യൂട്ട് പോർസ് ആർ പ്രസന്റ് ഇൻ ഡാഷ് ബ്ലഡ് വെസൽ. അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്ന രക്തക്കുഴൽ ഏത്? അത് ലോമിക അല്ലെങ്കിൽ കാപ്പിലറി. അതാണ് മറ്റൊരു പോയിന്റ്. മൈന്യൂട്ട് പോർസ് ആർ സീൻ ഇൻ ദ വാൾ. ഓക്കെ, അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം, അതാണെന്ത്, കാപ്പിലറീസ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ ഈച്ച് ആൻഡ് മൈന്യൂട്ടായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് വ്യക്തവും കൃത്യവുമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം തരാം. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എഴുതണം. വാൾവ്സ് ആർ സീൻ ഡാഷ്. അത് വേണ്ട, അത് നമ്മൾ ചോദിച്ചതാണല്ലോ. ഓക്കെ, ടു ദ ഹാർട്ട്, ഹാർട്ടിലേക്ക് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലേത്? ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലേത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ പോവുകയാണ്. ഗുഡ് ബൈ, സി യു.